Hi friends, welcome to our channel. നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ദം ബിരിയാണി ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന്. ഇത് നല്ല റെസിപ്പിയാണ്. നമുക്ക് ആദ്യം തന്നെ കുക്കർ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കതിലേക്ക് സവാള, മല്ലിയില എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ആണ്. ഒരു ടൊമാറ്റോ അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു 3 വിസിൽ കേൾക്കുന്നവരെ സവാള വേവിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ 3 വിസിലടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലക്കൂട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ചിക്കൻ മസാല എന്നിവയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചിക്കനാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ, നമ്മളിനി അതിലേക്ക് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സാൾട്ടും മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം സാൾട്ടാണ്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇതൊന്ന് അടച്ച് 3 വിസിൽ കേൾക്കുന്ന വരെ ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ 3 വിസിൽ കേട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് പരുവായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം നമുക്ക് കുക്കർ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് അതിലേക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പുതിനയില, മല്ലിയില എന്നിവ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തൊണ്ടാമുളക്, സവാള, തക്കാളി എന്നിവ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ആ അളവിലാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ റൈസാണ്. അതിനനുസരിച്ചുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും കുറച്ച് കുരുമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. 2 വിസിൽ അടിച്ചിട്ട് വരാം. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കാം. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം. പിന്നെ നമ്മളിനി ബിരിയാണി ദമ്മിടാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ 1 ലെയർ, 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ 1 ലെയർ ചോറ് നിരത്തിയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കറി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പീസ് ഉൾപ്പെടെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് വീണ്ടും നമ്മൾ ചോറ് അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും കറിയും പീസുമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിനോടൊപ്പമാണ് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് പട്ട, ഗ്രാമ്പൂ എന്നിവ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഓക്കെ, നമ്മളിനി ഇതിലേക്ക് ഒരു അരക്കുപ്പി നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ കുപ്പിയാണ്. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഹാഫ് ടൊമാറ്റോയുടെ പിന്നെ തൊണ്ടാമുളകും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇത് ഒരു വിസിൽ കേൾക്കാൻ പാടില്ല, എന്നാൽ അടിക്ക് പിടിച്ച് പോകും. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണിയാണിത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഉമ്മയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു ഇത്. നമ്മൾ കഴിച്ചു, വളരെ ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.